ഡോക്ടർ ഇപ്പം അഡ്വാൻസ്ഡ് കീ ഹോൾ സർജറിക്കാണ് കൂടുതലായി അറിയപ്പെടുന്നത്. അപ്പം ഈ കീ ഹോൾ സർജറീസ് ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു ഫലപ്രദമായ ചികിത്സാ രീതി എന്ന നിലയ്ക്ക് ഇപ്പം എത്രത്തോളം സ്വീകാര്യത നേടിക്കൊണ്ടിരുന്നു? ഞാൻ ഏകദേശം 25 വർഷമായി കീ ഹോൾ സർജറി, പ്രത്യേകിച്ചും സങ്കീർണമായ കീ ഹോൾ സർജറി ചെയ്തു വരുന്നു. സങ്കീർണമായ കീ ഹോൾ സർജറി കൂടുതലും ചെയ്യുന്നത് ക്യാൻസർ ശസ്ത്രക്രിയയിലാണ്. തുടക്കകാലത്ത് വളരെ എതിർപ്പുകളായിരുന്നു എനിക്ക് നേരിടേണ്ടി വന്നു, പ്രത്യേകിച്ചും ഡോക്ടർ സമൂഹത്തിൽ നിന്ന്, രോഗികളിൽ നിന്നല്ല. ഡോക്ടർ സമൂഹത്തിൽ നിന്ന് വ്യവസ്ഥാപിതമായ പരമ്പരാഗതമായിട്ടുള്ള ശസ്ത്രക്രിയ രീതികൾ നിലനിൽക്കെ ഒരു പുതിയൊരു ശസ്ത്രക്രിയ രീതി വന്നപ്പോൾ അതിനെ വിമർശിക്കുന്നൊരു മനോഭാവമായിരുന്നു ആ കാലഘട്ടത്തിലെ സർജന്മാർ, ശസ്ത്രക്രിയ വിദഗ്ധർ പ്രകടിപ്പിച്ചത്. എന്നാൽ 10-25 വർഷമായി ഈ മേഖലയുണ്ടായ പുരോഗതി അസൂയാവഹമാണ്. ഒന്ന്, അത് ചെയ്യുന്ന വൈദഗ്ധ്യം കൂടുതൽ ആൾക്കാർ നേടാൻ തുടങ്ങി. അതായത് സർജന്മാർ കൂടുതൽ ഈ ഏരിയയിൽ താല്പര്യം കാണിക്കുകയും കൂടുതൽ വൈദഗ്ധ്യം നേടാം. അത് വിപ്ലവകരമായിട്ടൊരു വലിയൊരു മാറ്റമായിരുന്നു. അതിനോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റം, അതായത് അന്ന് ഞാൻ തുടങ്ങുന്ന കാലത്ത് സിംഗിൾ ചിപ്പ് ക്യാമറയിലൂടെ ആയിരുന്നു ഇത് നിരീക്ഷിച്ച ശസ്ത്രക്രിയ. പ്രത്യേകിച്ചും കോംപ്ലക്സ് ശസ്ത്രക്രിയകൾ സിംഗിൾ ചിപ്പ് ക്യാമറയിലൂടെ കണ്ട് ചെയ്യുന്നത് ദുഷ്കരമായിട്ടുള്ളൊരു പരിപാടിയാണ്. പക്ഷേ സാങ്കേതികവിദ്യ വളർന്നതോടുകൂടി സിംഗിൾ ചിപ്പ് എന്നുള്ള 3 ചിപ്പ് ക്യാമറയിലോട്ട് മാറി, 3 ചിപ്പിൽ നിന്ന് HD മാറി, HD എന്നുള്ള 3D മാറി, ഇപ്പോൾ 4K മാറി, ഇപ്പോൾ ഏറ്റവും അവസാനമായി റോബോട്ടിക് സർജറിയിലോട്ട്. ഇതെല്ലാം കീബോർഡിൻ്റെ പല വിഭാഗങ്ങളാണ്, പല ആവിർഭാഗങ്ങളാണ്. അപ്പോൾ സാങ്കേതികവിദ്യയിലുണ്ടായ വളരെ വലിയ മുന്നേറ്റം ഈ 2.5 പതിറ്റാണ്ട് കാലത്തായിട്ട് ഉണ്ടായി. അതിനോടൊപ്പം തന്നെ ജനത്തിന് ഇതിന് എത്രത്തോളം പ്രയോജനകരമാണ് എന്ന് ജനം തന്നെ വിലയിരുത്തുകയും ജനം തന്നെ ഒരുപക്ഷെ മറ്റ് ഡോക്ടർമാർ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ജനം തന്നെ ഇത് ഏറ്റെടുക്കുകയും അവർ ആവശ്യപ്പെടാൻ, ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് കൂടുതൽ സർജന്മാർ പരിശീലനം നേടാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുകയും കൂടുതൽ ആളുകൾ പരിശീലിക്കപ്പെടുകയും ചെയ്തു. ഈ ചികിത്സാ രംഗത്തെ നൂതന വിദ്യയാണല്ലോ ലാപ്രോസ്കോപ്പിക് കോളോപ്ലാസ്റ്റി. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ലാപ്രോസ്കോപ്പിക് കോളോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരുപക്ഷെ ഞാനായിരിക്കണം ലോകത്താദ്യമായി ചെയ്തിട്ടുണ്ടാവുക. അത് ഒരു വയസ്സായ ഒരു ലേഡിക്ക് ഒരു തൈറോയ്ഡ് സർജറിയെ തുടർന്ന് അന്നനാളത്തിന് ക്ഷതമേൽക്കുകയും അതിന് മുറിവ് സംഭവിക്കുകയും അന്നനാളം വേർപെട്ട് അകന്നു പോവുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായി. അത് ഒരു അപകടം നടന്നൊരു 8 മാസത്തിന് ശേഷമാണ് പേഷ്യൻ്റ് എന്നെ കാണുന്നത്. എന്നെ കാണാൻ വരുമ്പോൾ ആ പേഷ്യൻ്റ് ഒരു ചിരട്ടയിൽ തുപ്പിക്കൊണ്ടാണ്, കാരണം ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് വരുന്നത്. ചിരട്ടയിൽ തുപ്പിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവരുടെ ആമാശയത്തിലേക്ക് ആഹാരം കടത്തിവിടാനായിട്ടൊരു കുഴൽ അതിന് മുമ്പുണ്ടായിരുന്ന സർജൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുഴൽ മാറ്റിക്കൊണ്ട് ഞാൻ അതിനകത്തൂടെ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോൾ അത് അന്നനാളം ഒരു വശത്ത് വെച്ച് അറ്റുപോയിരിക്കുന്നതായിട്ട് മനസ്സിലാക്കി. അപ്പം വായിലൂടെ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ തൊണ്ടഭാഗത്ത് മാത്രമായിട്ട് അത് എത്തുന്നുള്ളൂ, താഴോട്ട് പോകുന്നില്ല. ഇപ്പോൾ 2 ഭാഗത്തൂടെ എൻഡോസ്കോപ്പി കടത്തി നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം 1.5 കശേരുകൾക്കപ്പുറത്തേക്ക് ഇത് വിട്ടുമാറിയിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ആമാശയത്തിനകത്ത് കുഴൽ കയറ്റിയിരിക്കുന്ന കാരണം ആമാശയം ആണ് സാധാരണ രീതിയിൽ അന്നനാളത്തിന് പകരമായ ഒരു കുഴൽ രൂപത്തിൽ കൊണ്ടുവരേണ്ടുന്നത്. പക്ഷേ ആമാശയം അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ആമാശയത്തിന് അത് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. ഇപ്പോൾ രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അവയവം കോളനാണ്, അതായത് വൻകുടൽ. ആ വൻകുടലിനെ അതിൻ്റെ രക്ത ഓട്ടത്തോടുകൂടി ആ ഭാഗത്തു നിന്ന് എടുത്ത് നെഞ്ചിനകത്തൂടെ കയറ്റി കഴുത്തിൽ കൊണ്ടുവന്ന് അവശിഷ്ട ഭാഗമായ അന്നനാളവുമായിട്ട് യോജിപ്പിക്കുകയായിരുന്നു എൻ്റെ കർത്തവ്യം. അങ്ങനെ യോജിപ്പിക്കുകയും താഴത്തെ ഭാഗം ആമാശയമായിട്ട് യോജിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ആ രോഗിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന, സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന, അതായത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആദ്യത്തെ തൊണ്ടയിൽ നിന്നും പിന്നെ വൻകുടലിലോട്ടാണ് ഇറങ്ങുന്നത്. നെഞ്ചിനകത്ത് വെച്ചിരിക്കുന്ന വൻകുടലിലോട്ട് ഇറങ്ങി അത് വീണ്ടും ആമാശയത്തിൽ ചെന്നും പിന്നെ നോർമൽ റൂട്ടിലോട്ട് പോകുന്നത്. അത് കീ ഹോൾ സർജറി വരെ ഞാൻ ചെയ്യുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു 2009 മറ്റോ ആയിരിക്കണമെന്ന് തോന്നുന്നു. ചെയ്യുന്ന കാലത്ത് അത് മറ്റൊരാളും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമില്ലായിരുന്നു. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞ് വിജയപ്രദമായി നടന്നു കഴിഞ്ഞ് ആഹാരം കഴിക്കാനൊക്കെ തുടങ്ങി
പിന്നെ ഒരു മീറ്റിങ്ങിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മറ്റാരും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് കീ ഹോൾ സർജറി ഇതിനു വേണ്ടി ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത്. അതാണ് ഇപ്പോഴും പേഷ്യൻ്റ് ജീവിച്ചിരിപ്പുണ്ട്, പത്തനംതിട്ടക്കാരിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റിന് വരുന്നുണ്ട്.